ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ. യേശുവിൻ്റെ ഈ പ്രാർത്ഥനയുടെ സവിശേഷത എന്ത്? ഈ പ്രാർത്ഥന എന്താണെന്നും സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. ഗത്സെമനിലെ യേശുവിൻ്റെ പ്രാർത്ഥനയും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും ഏറെ സവിശേഷതയുള്ളതാണ്. യേശു ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങിയതും തീർത്തും ഒറ്റപ്പെട്ടവനായി യേശു പിതാവിൻ്റെ നേർക്ക് തിരിയുകയാണ്. പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ മനുഷ്യപ്രകൃതിയുടെ ബലഹീനത യേശുവിൽ പ്രകടമാകുന്നു. പീഡാസഹനത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ തളരുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുക. എന്നാൽ പ്രാർത്ഥന യേശുവിനെ ശക്തിപ്പെടുത്തുന്നു. എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. യേശു പ്രാർത്ഥനയിൽ പിതാവിനോട് ബന്ധപ്പെട്ട് ശക്തി പ്രാപിച്ച് പിതാവിൻ്റെ ഹിതം തന്നെ നിറവേറ്റി പിതാവിൻ്റെ തിരുഹിതത്തിന് സ്വയം സമർപ്പിക്കുന്ന ആ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടു. സർവാധിപതിയായ സ്വാർത്ഥതയെ വിജയിക്കാൻ ദൈവപിതാവിലുള്ള അനുസരണപൂർണമായ വിശ്വാസം ഏറ്റവും മൂർച്ചയും തീർച്ചയുമുള്ള ആയുധമെത്രേ. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷത എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.